ഹായ് ഡിയേഴ്സ്, എനിക്കിന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഒരു ധാവണി ബ്ലൗസ് സ്കേർട്ടാണ് കേട്ടോ. ഇത് 2 ദിവസത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കണ്ട കേട്ടോ. എനിക്ക് ഇത് 2 സൈഡിൽ ഇങ്ങനെ മുടിയിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് പറ്റില്ല, ചുരുളമുടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെ ലൈനിങ് തുണിയാണത്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ബ്ലൗസിൻ്റെ. അപ്പോൾ നല്ല എനിക്കിഷ്ടമായി കേട്ടോ. ഈ കളറും വയലറ്റ് കളറിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്കേർട്ട് വരുന്നത് വൈറ്റ് കളറിൽ ഗോൾഡൻ പൂക്കളുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ അവർ ബ്ലൗസിൻ്റെ ഒരു അളവ് തന്നെ തന്നിട്ടുണ്ട്. ബ്ലൗസ് വെച്ചിട്ടാണ് അളവെടുക്കുന്നത്. ഈ ഒരു നെക്കാണ് കേട്ടോ മുന്നിൽ വരുന്നത്. പക്ഷെ അത്ര അങ്ങ് കുഴിയണ്ട. അവരുടെ അളവിൽ ഇതുപോലെ ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ കൈ നമ്മൾ സ്ലീവ്സ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പഫ് വരുന്ന സ്ലീവ്സാണ് കേട്ടോ. അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. നമ്മളെ ജാക്ക് മെഷീനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നൂലിടുകയാണ് കേട്ടോ കുറച്ച് ടൈം മേടിക്കുന്നത്. പിന്നെ ചുറ്റാനും ഇതും. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് സ്പീഡാവും. ഞാനിപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മളതൊക്കെ ചെയ്ത് അപ്പോഴേക്കാണ് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോഴേക്ക് കറണ്ട് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഒന്ന് ചെറിയൊരു കാറ്റ് വരുമ്പോഴേക്ക് തന്നെ കറണ്ട് അങ്ങ് പോകും. പിന്നെ എൻ്റെ അടി അവിടെ സ്റ്റോപ്പാവും. ഇപ്പോൾ മറ്റേ മെഷീൻ ഞാൻ ഇടയ്ക്ക് മാത്രമേ ഉപയോഗിക്കലുണ്ട്. എണ്ണയൊക്കെ ഇട്ട് വെച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലടിക്കുന്ന ഒരു സുഖം അതിൽ കിട്ടില്ല. അങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ. അങ്ങനെ ഈ തുണി നമ്മൾ ഒന്ന് പായുന്ന പോലത്തെ തുണിയാണ് എന്ന് വെച്ചാൽ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നൊക്കെ വെച്ച് കുത്തി ഇട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്ത് സ്ലീവ്സ് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. തെറ്റിപ്പോയി. ഓക്കെ, അങ്ങനെ നമ്മൾ അതടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ബാക്കി ഞാൻ വീഡിയോ കട്ടായി പോയി. അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ അത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ ഇത് മുറിച്ച് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ലൈനിങ് തുണി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നാടയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്കേർട്ടിൻ്റെ പണിയും പിന്നെ ബാൻഡിന് വേണ്ട അളവെടുത്ത് അതൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇത് സ്കേർട്ട് വേഗത്തിൽ കഴിയുന്നതാണ് കേട്ടോ. ബ്ലൗസിനാണ് എന്നാലും കുറച്ച് ടൈം എടുക്കുന്നത് നമ്മൾ. പിന്നെ നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് പിന്നെ ലൈനിങ് തുണിയും നമ്മൾ മെയിൻ മെറ്റീരിയലും കൂടിയിട്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല കളറാണ്. ഇതിൽ കുറച്ചൊരു മങ്ങി പോലെ ഉണ്ട്. അപ്പോൾ ബായ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു.